നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ് ഇന്ത്യയിലെ റെഡ് കോറിഡോർ, നക്സലിസം, മാവോയിസം. ഇനി ഹിസ്റ്ററി ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങളൊക്കെ അതിനെപ്പറ്റി വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ടെററിസ്റ്റ് അറ്റാക്കിനേക്കാളും ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത് നക്സൽ അറ്റാക്കിലാണ്. നിങ്ങൾ ടോട്ടൽ ആ ഡാറ്റ എടുത്താൽ മനസ്സിലാക്കും. അതായത് നക്സൽ എന്ന് പറയുന്ന പല ഏരിയയിലും, ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാം അബൂജ്മാഡ്, ഛത്തീസ്ഗഡിൻ്റെയും മഹാരാഷ്ട്രയുടെ ആയിട്ടുള്ള സംഭവം. അവിടുന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഈ സെൻസസ് പോലും നടത്താൻ പറ്റിയിട്ടില്ല ആ പ്രദേശങ്ങളിൽ. കാരണം നക്സൽ ആൾക്കാർ അത് അവരുടെ രാജ്യമായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന സ്ഥലമാണ് അബൂജ്മാഡ്. അതൊക്കെ ഈ അടുത്ത സമയത്ത്, കാരണം ഒരു 3-4 വർഷമായിട്ടുള്ളൂ അവിടെ സെക്യൂരിറ്റി ഫോഴ്സ് എത്തിയിട്ട്. അതേപോലെ പല സ്ഥലങ്ങളുമുണ്ട്. അതൊരു പറയുന്നത് ലിബറേറ്റഡ് സോൺ എന്നാണ് പറയുന്നത്. അതായത് നക്സലിൻ്റെ കമ്മ്യൂണിസ്റ്റ് ലിബറേറ്റഡ് സോൺ എന്ന, മാവോയിസ്റ്റ് സോൺ എന്നതിനാണ് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ഈ നക്സൽ ഓപ്പറേഷൻ നിങ്ങൾക്കറിയാം എവിടെയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു സമയത്ത് ആന്ധ്രയിലായിരുന്നു നക്സൽസ് ഏറ്റവും കൂടുതൽ. കാരണം ഈ പറയുന്ന നക്സൽ ബാരി വില്ലേജിൽ നിന്ന് കാനൂർ സന്യാൽ ആ ആൾക്കാരൊക്കെ അവിടെ സിദ്ധാർത്ഥ് ശങ്കർ റായ് ഉള്ള സമയത്തും ഇന്ദിരാഗാന്ധി അതിനെ അടിച്ചമർത്തിയ സമയത്ത് അവിടെയുള്ള ആൾക്കാരെല്ലാം കൂടി ഇങ്ങോട്ട് കയറി ഈ ആന്ധ്രാപ്രദേശ് സൈഡിലോട്ട്. അവിടുന്ന് ഈ ദണ്ഡകാരണ്യ, ഛത്തീസ്ഗഡ്, ഒറീസ, അതുപോലെ മഹാരാഷ്ട്രയുടെ ഒരു 2-3 ജില്ലകൾ, അത് ഭയങ്കര ഫുള്ളി കൺട്രോൾഡ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിത് പല ആൾക്കാർ ഇത് മനസ്സിലാക്കേണ്ട സംഭവം. ഇതിനെപ്പറ്റി ശരിക്കും ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അകത്ത് നക്സൽ, അവരുടെ അകത്ത് പോയി. എനിക്കൊത്തിരി നക്സൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. നക്സലൈറ്റിനെ പിന്തുണയ്ക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സായിബാബ, ആന്ധ്രയിറ്റാണ് അദ്ദേഹം, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അയാളെൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. കാരണം ഇവരുടെയൊക്കെ ധാരണ ഞാനൊരു നക്സൽ സിമ്പതൈസറാണെന്നാണ്. പക്ഷെ ഞാൻ നക്സൽ സിമ്പതൈസർ ഒന്നുമല്ല. എനിക്ക് കമ്മ്യൂണിസ്റ്റുമാരെ കണ്ടുകൂടാ. കാരണം ഒരു കാരണവശാലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ അവർക്ക് താല്പര്യതയില്ല. അങ്ങനെയുള്ള ആൾക്കാർ ഈ കമ്മ്യൂണിസ്റ്റ്, ഈ നക്സൽ. പക്ഷേ അവരുടെ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു ക്ലാസ് വാറുണ്ട്. അതായത് അവരുടെ ടെറൈൻ്റെ അകത്ത് മുഴുവനും മൈനിങ്ങും പരിപാടിയായിട്ട് ആൾക്കാർ കയറി, അവൻ്റെ ലൈഫ് ലൈൻ റിവറിൻ്റെ അകത്ത് മുഴുവനും ഈ പറയുന്ന ഓറെല്ലാം കഴുകി ആൾക്കാരെ കൊല്ലുന്നു, അവൻ്റെ കന്നുകാലികൾ ചാവുന്നു. ഇതെല്ലാം മൂകമായിട്ട് ഗവൺമെൻറ് ഇരിക്കുന്നു. എത്രയോ വർഷക്കാലം. ഞാനിത് പറയുമ്പോഴും നിങ്ങൾ ഡേറ്റ എടുത്ത് നോക്കിക്കോണം. ഈ പറയുന്ന ആദിവാസി കമ്മ്യൂണിറ്റിയെ നെഹ്റുവിയൻ, അതായത് നാഷണൽ പാർക്ക് പോളിസിയുടെ പേരിലാണ് ഗവൺമെൻറ് അങ്ങോട്ട് പോയേയില്ല. അവരെ അതേപോലെ അങ്ങ് കിട്ടും, അവരതുപോലെ അങ്ങ് ജീവിച്ചോട്ടെ. പക്ഷെ പിന്നീടാണ് ഈ സംഭവം ഇത് ഇത്രയും പ്രശ്നമാകുന്നത്. അതിനുശേഷമാണ് ഗവൺമെൻറ് ആ പോളിസി മാറ്റി അങ്ങോട്ട് ഡെവലപ്മെൻറ്റ് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. അതിൽ മേജർ അച്ചീവ്മെൻറ്റ് പല കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് പണ്ട് ജോൺസൺ വടക്കയിൽ അച്ഛൻ ചോദിച്ച പോലെ ചില ആൾക്കാർ ചോദിച്ചിട്ട് ഞാൻ എന്തിനാ മോദിയെയും BJPയെ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് ഇന്ത്യയെ അറിയാം, അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ ആദിവാസി മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. ഇവിടെ ഇത്രയും നാളും 60 വർഷം ഭരിച്ച കോൺഗ്രസ് കോപ്പാ ചെയ്തത്. ഞാനിനി വ്യക്തമായിട്ട് പറയാം, ഒന്നും അവരെ കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല. അടിച്ചു മാറ്റൽ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഡേറ്റ ഉൾപ്പെടെ തരാം, എനിക്കറിയാവുന്ന ഇത് ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് പോയി പഠിച്ചതായി സംഭവം. അതിൻ്റെ പേരിലാണ് ഈ പറയുന്ന മോദിയോട് എനിക്ക് താല്പര്യമുള്ളത്. അറിഞ്ഞവരെ സഹായിക്കാൻ അയാൾ തയ്യാറായി. ഇത് ഫോർസി കണ്ടു, കാരണം അവരെയും കൂടി ഇൻക്ലൂസീവായിട്ട് മുന്നിൽ നിർത്തി കൊണ്ടുപോകാൻ സഹായിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ മോദിയെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട റീസൺ. പല ഏരിയയിലും പല സെക്ടറിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഈ ഓരോന്നും തുറന്ന് എൻ്റെ എക്സ്പീരിയൻസൊക്കെ ക്ലബ് ചെയ്ത് പറയുമ്പോഴാണ് പലതും നിങ്ങൾക്ക് മനസ്സിലായി വരുന്നത്. കാരണം എൻ്റെ പല സുഹൃത്തുക്കളും ചോദിച്ചു എന്തുകൊണ്ട് മോദിയെ ഇപ്പം നേരത്തെ ഞാൻ അച്ഛനൊരു മറുപടി കൊടുത്തു, മറ്റു പലർക്കും മറുപടി കൊടുത്തു. എന്തുകൊണ്ടാണ് ആദിവാസി മേഖല? ഇതിൻ്റെ റീസൺ അത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മഹാരാഷ്ട്രയിൽ, അതായത് 2008-ലും 2009-ലും അതുപോലെ 2007 ഞാൻ കണ്ടിന്യൂ ആയിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടുത്തെ ദണ്ഡകാരണ്യ, മഹാരാഷ്ട്ര, ഗഡ്ചറോളി, ചന്ദ്രപൂർ, ബാമ്രാഗഡ്
ഇവിടെയുള്ള നെക്സൽ ആക്ടിവിസ്റ്റ്, കാരണം നെക്സൽ ആക്ടിവിറ്റി. അതിനകത്ത് ഞാൻ റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുമ്പം നിങ്ങൾ നേരത്തെ കേട്ട് അത് അന്ന സമയത്ത് ഞാൻ തെഹൽക്കയിലില്ല, കാരണം അതിനുശേഷം ഞാൻ ന്യൂസ് എക്സിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത്, പീറ്റർ മുഖർജിയുടെ ചാനൽ. അപ്പം അന്ന് ഈ നക്സൽ റിപ്പോർട്ട് ചെയ്യാൻ വന്നൊരു തെഹൽക്കയുടെ ഒരു ഫോട്ടോഗ്രാഫർ അവിടുന്ന് വെള്ളം കുടിച്ച് പിന്നെ അവിടെ 2 ദിവസം കഴിഞ്ഞ് ഈ മലേറിയൊക്കെ വന്നങ്ങ് മരിച്ചുപോയി. പുള്ളിയുടെ പേരിൽ തെഹൽക്കയിൽ അവാർഡൊക്കെ ഉണ്ട്. പിന്നെ പുള്ളിയുടെ അനിയനെയൊക്കെ ഞാനാണ് തെഹൽക്കയിൽ ജോലിക്കൊക്കെ എടുക്കുന്നത്. കാരണം ഒരു റിപ്പോർട്ടിങ്ങിന് പോയിട്ട് അവിടെ നിന്ന് മരിച്ചു പോയൊരു ഒരു നല്ല ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ അതൊക്കെ നിൽക്കട്ടെ. അപ്പോൾ ഇതുമായിട്ട് ഗഡ്ചറോളി അതേപോലെ ചന്ദ്രപൂർ ഈ സ്ഥലത്തൊക്കെ ഞാൻ ശരിക്കും പോയിട്ടുണ്ട്. അതിനകത്ത് ഒരു സ്ഥലത്തിൻ്റെ പേര് പറയാം, ബാമ്രാഗഡ്. അതായത് ഗഡ്ചറോളി ജില്ലാ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്നും ബാമ്രാഗഡിന് ഏകദേശം 60 കിലോമീറ്റർ ഉണ്ട്. ഈ പോകുന്ന വഴി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഈ വഴിയുടെ പേരെന്ന് പറയുന്ന കൂനി സടക്കുന്ന, അതായത് കൂനി സടക്കുന്ന ബ്ലഡി റോഡ് എന്ന് വെച്ചാൽ ബ്ലഡ് ഒഴുകുന്ന റോഡ്. അത് സത്യമാണ്. അവിടെ ഏതെങ്കിലും ആൾക്കാരെ ഗവൺമെൻറ്റോ അവരോ പോയി കഴിഞ്ഞാൽ റോഡ് മുഴുവൻ ഇങ്ങനെ മൈൻസ് വെച്ച് പൊട്ടിക്കുക. ഓരോ ദിവസങ്ങൾ അല്ല 2 ദിവസം കഴിയുമ്പോൾ മൈൻ പൊട്ടി ആൾക്കാർ കൊല്ലപ്പെടുമെന്ന് വലിയ CRPFൻ്റെ ഗ്രൂപ്പും പോലീസ്, അതേപോലെ മഹാരാഷ്ട്ര ഗവൺമെൻറ് C-60 കമാൻഡോ, എത്ര പേരാ കൊല്ലപ്പെട്ടത്? കയ്യും കണക്കുമില്ലാതെ ആൾക്കാർ കൊല്ലപ്പെടുക. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനത് റിപ്പോർട്ട് ചെയ്യാൻ പോയി കഴിയും ബാമ്രാഗഡിൽ. അപ്പം എന്നെ സഹായിച്ചത് അന്ന് അവിടെ ഉണ്ടായിരുന്ന മഹാരാഷ്ട്ര ടൈംസിൽ അതിൻ്റെ ജംഗം എന്ന് പറഞ്ഞൊരു മറാഠി ജേർണലിസ്റ്റാണ് എന്നെ ഇവിടെയൊക്കെ കൊണ്ടുപോയത്. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ ഗഡ്ചറോളി ജില്ലയിൽ ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത്, കാരണം അവിടെ ഹോട്ടൽസ് ഒന്നുമില്ല താമസിക്കാൻ. അപ്പം ഞാൻ CMIയുടെ ഒരു അച്ഛൻ്റെ ഫോൺ നമ്പർ എടുത്തിട്ട്, അന്ന് കാർമൽ സ്കൂളുണ്ട് അവിടെ ഗഡ്ചറോളി, വലിയ സ്കൂളാണ്, ഒരു നല്ല സ്കൂൾ അതാണ് അവിടെ ഉള്ളത്. അപ്പം ഈ കാർമൽ സ്കൂളിൽ അച്ഛനൊരു ജെയ്സൺ ആയിരുന്നു, തൃശ്ശൂരുകാരൻ. പുള്ളിയാണ് എന്നോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിന് ആ സ്കൂളുമായിട്ട് ചേർന്ന് ഇതുണ്ട്, ഗസ്റ്റ് ഹൗസ് ഉണ്ട്, അവിടെ താമസിക്കാം. അപ്പോൾ ആ സ്കൂളിൻ്റെ പ്രത്യേകത എന്ത് മനസ്സിലാക്കണം. അതിൻ്റെ 40% ആ സ്കൂളിലെ കുട്ടികളെന്ന് പറഞ്ഞ ആദിവാസികളാണ്. അപ്പോൾ ഈ ആദിവാസികളുടെ പേരൻസിന് നക്സലേറ്റാണ്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളെ അവരെ പഠിപ്പിക്കണം, കാരണം ഈ കുട്ടികൾ അവരുടെ കൂടെ പിന്നെ നക്സലേറ്റ് ആവും. അതാ ഗവൺമെൻറ്റിൻ്റെ സ്ട്രാറ്റജി പല രീതിയിലാണ്. അതായത് ഗവൺമെൻറ്റിന് അവർ പല ആശ്രം സ്കൂളുണ്ട്, പക്ഷേ എന്തിനാ ഇവിടെ കൊണ്ടാക്കുന്നത്? ഇവർക്കൊക്കെ നക്സലേറ്റുമായിട്ട് ഈ നക്സൽ ആൾക്കാർ അവരുടെ മക്കളെ കാണാൻ ഒളിഞ്ഞും പാത്തുമൊക്കെ ഈ സ്കൂളിൻ്റെ ഹോസ്റ്റലിലൊക്കെ വരാറുണ്ട്. ഇത് ഓഫ് ദ റെക്കോർഡാണ് ഞാനിത് അറിഞ്ഞത്. കാരണം അതായത് ഭരിക്കുന്ന ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഈ പറയുന്ന ഈ നക്സൽ എന്ന് പറയുന്ന ആദിവാസികളെ വെടിവെച്ച് കൊല്ലാൻ, കാരണം സ്വന്തം ഇന്ത്യക്കാരെ എങ്ങനെ ഇന്ത്യൻ അർദ്ധസൈനിക പാരാമിലിറ്ററി ഫോഴ്സിനും കമാൻഡോ ഫോഴ്സിനും സ്വന്തം ആൾക്കാരെ എങ്ങനെ വെടിവെച്ച് കൊല്ലാൻ പറ്റും? ഇതിൻ്റെ അത്ര വലിയ സംഭവമുണ്ട്. അതുകൊണ്ടാണ് ഈ ടെററിസ്റ്റ് ഓപ്പറേഷനെ പോലെ നക്സൽ ഓപ്പറേഷൻ ഈ പറയുന്ന ഇന്ത്യയിലുള്ള സെക്യൂരിറ്റി ഫോഴ്സ് നടത്താത്തതിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ അഗ്രസീവായിട്ടുണ്ട്. കാരണം ഈ ഛത്തീസ്ഗഡ് ചില ഭാഗത്ത് ഇഷ്യൂ ഉണ്ടാകുമ്പോൾ. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരാം, ഗഡ്ചറോളി, ചന്ദ്രപൂർ, ബാമ്രാഗഡ്. അപ്പം ഈ പ്രകാശ് ആംദെ നിങ്ങൾ കേട്ട് കാണും, അതായത് ബാബ ആംദയുടെ മകൻ. അദ്ദേഹത്തിന് മാക്സിസ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെയും അയാളുടെ വീട്ടിലും ഞാൻ പോയിട്ട് താമസിച്ചിട്ടുണ്ട്. ഈ 2008 2009 റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ട് 2-3 വർഷം മുമ്പ് ഈ സ്ഥലമൊക്കെ ഞാൻ റീവിസിറ്റ് ചെയ്യാൻ പോയി. അത് ഈ ബാമ്രാഗഡ് എന്ന് പറയുന്നത് താലൂക്കാണെങ്കിൽ കഷ്ടമാണ്. ഞാൻ തന്നെ മനസ്സുകൊണ്ട് ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ മനുഷ്യൻ വസ്ത്രമൊന്നുമില്ലാതെ ജനിക്കുന്നത്. നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്നത്തെ ഒരു കാഴ്ച, ഇവരുടെയൊക്കെ വസ്ത്രം ചെറിയൊരു ഉടുതുണി മാത്രം, കോണകം പോലെയൊക്കെ. ഇവരെ ഏകദേശം വസ്ത്രമില്ലാതാണ് ഈ വലിയ ശതമാനം ആദിവാസികളും മരിക്കുന്നത്. അപ്പോൾ അവരുടെ സർവീസിനായിട്ട് കാരണം ഈ ഡോക്ടർ പ്രകാശ് ആംദെ അദ്ദേഹം ഡോക്ടറാണ്. അപ്പോൾ അവരുടെ ഈ പറയുന്ന ആദിവാസികളെ സേവിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരു സ്കൂളുണ്ട്, അവിടെ ഒരു ആശുപത്രിയുണ്ട്, അത് സർജനും കൂടെ. അതിൻ്റെ പേരിലാണ് അയാൾക്ക് ഈ മാക്സിസ് അവാർഡൊക്കെ കിട്ടുന്നത്. വലിയ സോഷ്യൽ റിഫോർമർ സംഭവമൊക്കെയാണ്. ഇവരൊക്കെ ചിലപ്പോൾ ഡൽഹി വരുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ വരുന്ന കത്തിയൊക്കെ വെക്കും, ഇത് സംസാരിക്കും, ഓരോ കാര്യങ്ങളൊക്കെ പറയും.
ഇവരെന്തിനാ ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത് പലപ്പോഴും? ഈ പല ആൾക്കാരെയും നക്സൽ അടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ട് ആ നക്സലുമായിട്ട്. അതിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെച്ചിരിക്കുന്നത്. കാരണം ഗവൺമെൻറ് ഇവർ സിമ്പതൈസറാണ്, അവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാരും വേണം ഗവൺമെൻറ്, ബാക്ക് ഡോർ ടോക്സ് ഒക്കെ നടത്താൻ വേണ്ടി. ഇതിനകത്ത് പറയാൻ പോകുന്ന പോയിന്റ്, അപ്പോൾ ഞാൻ 3-4 വർഷം മുമ്പ് വീണ്ടും ഇത് റീവിസിറ്റ് ചെയ്യാൻ പോയി. അതായത് ഈ ഗഡ്ചറോളി, ചന്ദ്രപൂർ, ബാമ്രാഗഡ് എന്നൊക്കെ ഭാഗം റീവിസിറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടൊരു മിറക്കിൾ പറയും. ഈ ബാമ്രാഗഡ് എന്ന് പറയുന്നത് നക്സൽ ഹോട്ട് ബഡ് ഇൻഫെസ്റ്റഡ് ഏരിയയാണ്. ആ റോഡിൽ കൂടെ പോലും നമ്മൾ ജീപ്പേ പോകുന്ന വലിയ വൈറ്റ് കൊടി വെച്ച് പ്രസ് എന്നൊക്കെ എഴുതിയിട്ടാണ് പോകുക, അല്ലെ ഫയർ വരും. അത്രമാത്രം ഭീകരമായ സ്ഥലം. അപ്പം അവിടെ പോയി ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ഇവരെന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? അത് സെക്യൂരിറ്റി ഫോഴ്സ്. അപ്പം അതിനകത്തൊരു കഥാപാത്രത്തെ ഞാൻ പറയാം, പ്രഭാകർ ജുറു. അവിടുത്തെ നക്സലിൻ്റെ അവിടുത്തെ കമാൻഡറാണ്, ദളം, അതിൻ്റെ അവിടുത്തെ ഏറ്റവും സീനിയർ വലിയ ലീഡറാണ്. അപ്പം അയാളുടെ വീട്ടിൽ ഞാൻ പോയി. കാരണം ഇവരെപ്പറ്റി നേരത്തെ ഹിന്ദുവിൻ്റെ ഫ്രണ്ട് ലൈൻ ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട്. കാരണം അത് ഞാൻ വായിച്ചു വെച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവരെ ഞാൻ തപ്പി അവിടെ പോയത്. അപ്പോൾ പ്രഭാകർ എന്ന് പറയുന്ന അവിടെ നക്സൽ ലീഡർ, അയാളുടെ കൂടെ പഠിച്ച, അതായത് പ്രകാശാംബിയുടെ സ്കൂളിൽ പഠിച്ച് അതേ ക്ലാസ്സിൽ പഠിച്ച അയൽവാസി, ആ പയ്യൻ അവിടുത്തെ C60 കമാൻഡോ, അതായത് അവിടുത്തെ ആൻറ്റി നക്സൽ ഓപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ഒരാളാണ്. അയാളുടെ ഗ്രൂപ്പ് ഈ പ്രഭാകർ ജുറുവിനെ നക്സലിനെ വെടിവെച്ച് കൊല്ലും. ശ്രദ്ധിച്ച് കേൾക്കുക. പ്രഭാകർ ജുറുവിൻ്റെ മകള് ഈ നക്സലി വീണ്ടും ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ആ പെൺകുട്ടി ആ പോലീസ് ഓഫീസറെ വെടിവെച്ച് കൊല്ലുന്നു. പിടികിട്ടിയോ? എന്നിട്ട് ആ പോലീസ് ഓഫീസർ വെടിവെച്ച് കൊല്ലപ്പെടുമ്പോൾ ഗവൺമെൻറ് ആ പോലീസ് ഓഫീസറിൻ്റെ മകൾക്ക് C60 കമാൻഡോയിൽ മഹാരാഷ്ട്ര പോലീസ് ജോലി കൊടുക്കുന്നു. അതായത് അന്യോന്യം വെടിവെച്ച് കൊല്ലുക. ആ സ്ട്രാറ്റജിയാണ് ഗവൺമെൻറ് എടുത്ത്. ഇതിനെ ഈ ആദിവാസികൾ തമ്മിൽ വെടിവെച്ച് അങ്ങ് ചാവുക, എൻകൗണ്ടർ ആയിട്ട് ചാവുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഒന്നിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവിടെയാണ് ഞാൻ അന്ന് കണ്ടപ്പോൾ ഒരു സൈൻ കണ്ടത്. ഈ പ്രഭാകർ ജുറുവിൻ്റെ ഈ പെൺകുട്ടിയുടെ, നക്സലായിരുന്ന പെൺകുട്ടിയുടെ ഇളയ തൊട്ടനിയൻ ആ സമയത്ത് ബോംബെയിൽ പോയിട്ട് ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് തിരിച്ചു വന്നു. അതായത് മിഷണറി ആയിട്ട് തിരിച്ചു വന്നു. സത്യം പറഞ്ഞ മിറക്കിൾ ഇറ്റ്സ് ഹാപ്പൻ. ഞാൻ ലാസ്റ്റ് ടൈം പോയി കഴിഞ്ഞപ്പോൾ ആ കംപ്ലീറ്റ് വില്ലേജും ആ ബാമ്രാഗഡ് മുഴുവനും അവർ ക്രിസ്ത്യൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇന്ന് ബാമ്രാഗഡിൽ ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യുന്നില്ല. അവിടെ C60 കമാൻഡോസ് മുഴുവനും പോയി. അവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കൂള് കൊണ്ടുവന്നു, അവിടെ ആശുപത്രി കൊണ്ടുവന്നു, ആ ഭാഗം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ എന്തുമായിരുന്നു ഇവിടുത്തെ പ്രശ്നം? കാരണം ഒരു കാരണവശാലും നക്സൽ ഒരു ഗവൺമെൻറ്റിനെ അവിടെ അലോ ചെയ്തില്ലായിരുന്നു നേരത്തെ. കാരണം ഗവൺമെൻറ്റിൻ്റെ ആഹാരം കൊണ്ടുവന്ന റേഷനാണെങ്കിലും സ്കീമാണെങ്കിലും പാലും എല്ലാം പോച്ച് ദൂരെ കളയും. പക്ഷേ ഇന്ന് അന്ന് ഞാൻ പോയപ്പോൾ റോഡുണ്ട്, പ്രോപ്പർ നല്ല റോഡ്, അവിടെ സ്കൂളുണ്ട്, അവിടെ ഗവൺമെൻറ് ഓഫീസുണ്ട്. അതായത് ഡെവലപ്മെൻറ്റ് വരാൻ തുടങ്ങി, ആ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങി. അതിന് കാരണം ഈ പ്രഭാകർ ജുറുവിൻ്റെ രണ്ടാമത്തെ മകൻ, അവൻ ബോംബെയിൽ പോയി മിഷണറി ആയിട്ട് തിരിച്ചു വന്ന് ഈ പറയുന്ന ബാമ്രാഗഡും ഗഡ്ചറോളി ഈ പറയുന്ന നക്സലൈറ്റിനെ മുഴുവനും ഈ പറയുന്ന രീതിയിലോട്ട് മാറ്റിയെടുത്തു. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് പോസിറ്റീവാണോ അല്ലേ? ഈ പറയുന്ന അവിടെ ഉണ്ടായിരുന്ന കാരണം ഈ നക്സലിൽ പോയ പല ആൾക്കാരും തിരിച്ചു വന്നിട്ട് അവർ കാരണം റിസർവേഷനോടെ മഹാരാഷ്ട്ര പോലീസിൽ ജോയിൻ ചെയ്തു. ഇന്ത്യൻ പട്ടാളത്തിലോട്ടും അവർ ട്രെയിനിങ് അവിടെ, അത് ബാമ്രാഗഡിൽ ഞാൻ കണ്ടത്. ഇന്ത്യൻ പട്ടാളത്തിലോട്ടുള്ള ട്രെയിനിങ് അവർ സ്വന്തമായിട്ട് ആൾക്കാരെ ട്രെയിൻ ചെയ്ത് ചാടാനും ഓടാനും പഠിപ്പിക്കുന്നു. ഒരു വലിയ മാറ്റം തന്നെ അവിടെ ഉണ്ടായി. അവർ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യാൻ പോകുന്നു. ആ പ്രദേശമേ മാറി. നോക്കുക, മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂരിലും ഗഡ്ചറോളി ഈ 2 ഡിസ്ട്രിക്റ്റാണ്. ഇന്ന് അവിടെ ഫയറിങ് ഇല്ലാത്തതും ബോംബ് പൊട്ടാത്തതും ഈ പറയുന്ന മൈൻ പൊട്ടാത്തതിന് കാരണമാരാ? നിങ്ങൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുക. ഞാനിതിനെപ്പറ്റി ഇങ്ങനെ സീക്വൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക. ആരാണ് ഇതിന് കാരണം? എത്രയോ വർഷമായിട്ട് ഗവൺമെൻറ് നേരിടുന്ന ഏറ്റവും വലിയ ക്യാൻസറായിരുന്നു നക്സലിസം. ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ഇൻക്ലൂഡിങ് അബൂജ്ബാഡ്. അവിടെ പോലും സൈലൻ്റായി. ആരാണ് ഇതിന് കാരണം? നിങ്ങൾ ഇവിടെ പോയി സന്ദർശിക്കാം.
അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തു എന്തുവായിരുന്നു നേരത്തെ. എങ്ങനെയായിരുന്നു ഖൂനി സഡക്, ബ്ലഡ് ഒഴുകുന്ന റോഡ് ഇന്ന് സമാധാനമായിട്ട് മാറി. അതിനാരാ കാരണക്കാരൻ? ഉറപ്പായിട്ടും മോദി ഗവൺമെൻറ് അവിടെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്തു കൊടുത്തു. അതിൻ്റെയാണ് ഭാഗം മാറി, അവിടെ നക്സലിസം ഇല്ലാതായി. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ ഓരോ കാര്യങ്ങൾ അറിയുമ്പം ഇന്ത്യയുടെ ഓരോ ഭാഗത്ത് നടക്കുന്ന ഡെവലപ്മെൻറ്റ്, എത്രയോ വർഷം ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതായത് ഈ മഹാരാഷ്ട്ര ഗവൺമെൻറ് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ അടിക്കുന്നത് ഈ രണ്ട് ഭാഗത്തോട്ടാണ്. അവിടെ കൃത്യമായിട്ട് പല ക്രിയലായിട്ട് ഓഫീസേഴ്സ്, ഇത് നിങ്ങൾ പണ്ട് ബോംബെ സ്ഫോടനത്തിൽ ഹേമന്ത് കർക്കറെ, അയാൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ഡോക്യുമെൻറ്റേഷൻ പുസ്തകം തന്നെ പല എഴുതിയിട്ടുണ്ട്. ഇത് ഒരു കാരണം ഇവിടെ ആൻറ്റി നക്സൽ ഓപ്പറേഷൻ അയാൾ ഉണ്ടായിരുന്നയാളാണ് ഈ പറഞ്ഞ ഭാഗത്ത്. കാരണം ഇതിൽ കൺട്രോൾ ചെയ്യാൻ എനിക്ക് യാതൊരു വഴിയില്ല. കാരണം അവിടെയുള്ള ജനങ്ങളെ മുഴുവനും നക്സലി കൂടെ ആൻറ്റി ഇന്ത്യനാക്കി അങ്ങ് മാറ്റി. അവിടെ പോലും ഒരു പാട്രിയോട്ടിക് ഇന്ത്യനാക്കാൻ വേണ്ടി ഈ പറയുന്ന പ്രഭാകർ ജുറു ഉൾപ്പെടെയുള്ള ആ പയ്യൻ പാസ്റ്ററാണ്, അയാളെ കൊണ്ട് നടത്താൻ സാധിച്ചുവെങ്കിൽ നമ്മൾ അവനെ റെസ്പെക്റ്റ് ചെയ്തേ മതിയാവത്തുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്.